ഹലോ മച്ചാമാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം കൊടുങ്ങല്ലൂർക്കാരൻ. ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ സുൽത്താൻ ബത്തേരിയിലോട്ടുണ്ടോ. പഴയൊരു പരശുരാം സർവീസ് കുറിച്ച് ചെയ്യണ്ട. പരശുരാം വയനാടുകാരൻ്റെ ബസ്സാണ്. അപ്പോൾ ആ ഒരു ബസ്സിൻ്റെ KSRTC ടേക്ക് ഓവർ സർവീസിലോട്ടാണ് ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അത് 4:30 കറക്റ്റ് കുന്നംകുളം തൃശ്ശൂർ കുന്നംകുളം വഴി കോഴിക്കോട് ഒരു ബസ്സുണ്ട്. നമ്മുടെ വണ്ടി പെട്ടെന്നാണ് വന്നത്. അപ്പോൾ കുറച്ച് പേര് കയറാനുള്ളതുകൊണ്ട് നമ്മൾ ചാടിപ്പടിഞ്ഞ് കയറി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ സമയം 4:35 നമ്മുടെ ഈ ഒരു വണ്ടി ഇവിടെ നിന്ന് ടേക്ക് ചെയ്യാണ്. ഇനി നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരാണ് കേട്ടോ. ഒരു 5:40 ആകുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ഇവിടെ എത്തുന്നതാണ് പറയണത്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഈ ഒരു സർവീസിൽ ഞാൻ മുൻപ് സഞ്ചരിച്ചിട്ടുള്ളതാണ് കേട്ടോ, പരശുരാം സർവീസ് ആയിരുന്ന സമയത്ത്. അപ്പോൾ ഇതാ നമ്മുടെ ലിൻസിൻ്റെ കുമ്മാട്ടി എന്ന് പറഞ്ഞ വണ്ടിയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ഗുരുവായൂർ ടു പറൂർ ലോക്കൽ സർവീസ് നടത്തുന്ന വണ്ടിയാണ് ഈ ലിൻസ് കുമ്മാട്ടി എന്ന് പറഞ്ഞാൽ. നമ്മളങ്ങനെ സമയം 5:42 ആയിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ KSRTC ഡിപ്പോയിലാണ്ടുള്ളത്. ഇവിടെ അതിന് റെസ്റ്റൊന്നുമില്ല, നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോകുന്നത് വേണ്ട. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരുപാട് വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് രാവിലെ പഴനിയിലോട്ടുള്ള സർവീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടൈം ഡീറ്റെയിൽ ഒന്നും അറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഗുരുവായൂരിൽ നിന്ന് 2 സർവീസോ 3 സർവീസോ പഴനിയിലോട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഗുരുവായൂരിൽ പോയിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടീനെ പോയിക്കൊണ്ട് നമ്മുടെ ഡ്രൈവറുടെ പേര് ഞാൻ ചോദിച്ചില്ല, പക്ഷേ കൽപ്പറ്റക്കാരാണെന്ന് പറഞ്ഞു. അധികം സംസാരിക്കാത്ത ഒരു പ്രകൃതിയുള്ള ഒരു ഡ്രൈവർ ആയതുകൊണ്ട് പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡ്രൈവിങ് മാത്രമാണ്, വേറെ ഒന്നുമില്ല. ആളുകളെ ചവിട്ടി ഇറക്കുക, ചവിട്ടി കയറ്റുക, ആ ഒരു ലക്ഷ്യം മാത്രമേ പുള്ളിക്കുള്ളൂ. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റിപ്പുറം പാലത്തിലൂടെ വേണ്ട. ലെഫ്റ്റ് സൈഡിലായിട്ട് കുറ്റിപ്പുറത്തിൻ്റെ പുതിയ പാല നിർമ്മാണം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. ഇനി നമ്മുടെ പരശുരാമനെ കുറിച്ച് പറയുന്നത്, കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ AC സർവീസുള്ള ഒരു ബസ്സായിരുന്നു. പിന്നെ കുറച്ച് സാധാരണക്കാർക്കൊക്കെ കുറച്ച് പ്രൈസൊക്കെ കമ്മിയുള്ള ഒരു സർവീസായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഫെസിലിറ്റിയുള്ള വണ്ടി അതുകൊണ്ടായിരുന്നു. TV സൗകര്യം, അതേപോലെ തന്നെ സീറ്റിങ്ങിലായാലും വിളിച്ച് പറയുന്നൊരു സൗകര്യം, അതേപോലെ വൈഫൈ സൗകര്യമൊക്കെ ഉള്ളൊരു അടിപൊളി ബസ്സായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 6:40 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലൊക്കെ ഓപ്പൺ മാർക്കറ്റ് ഉണ്ട് രാവിലെ ഈ ഒരു ടൈമിലൊക്കെ. ചെറിയ പച്ചക്കറി കച്ചവടങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ടാറ്റ പഴയ കില്ലാടി കണ്ടാ പോകുന്നത്. അങ്ങനെ നമ്മുടെ ബസ് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിന് യാത്രയായിട്ട് നമ്മുടെ പുതിയ പാല നിർമ്മാണം, ഫ്ലൈ ഓവർ വർക്കുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ വർക്ക് വളരെ സ്പീഡിലാണ് നടക്കുന്നത്. മെറ്റീരിയൽസിൻ്റെ കുറച്ച് അഭാവമാണ്, വർക്ക് കുറച്ചുകൂടി ഡിലേ ആകാനുള്ള കാരണം എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മുടെ റെയിൽവേ പാലമൊക്കെ കയറി നമ്മുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട. ഈ ഒരു ഭാഗം തൊട്ടേ ശരിക്കും നല്ല ഫോഗി മൂഡായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുന്നോട്ട് പോകും തോറും ക്യാമറയിൽ എത്രമാത്രം ഇതാവുന്നുണ്ട്, വിസിബിൾ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല മൂടൽ മഞ്ഞുള്ളൊരു അടിപൊളി ക്ലൈമറ്റാണ് ഇപ്പോൾ മുന്നോട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ റോഡിൻ്റെ റേഞ്ച് ആകെ ചേഞ്ച് ആവേണ്ട. നമ്മുടെ കേരള ജനത കണ്ട് വന്നതിൽ വെച്ച് നമ്മുടെ കേരളത്തിൽ പണിയുന്ന റോഡിന് ഇപ്പോൾ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളോ കുറ്റങ്ങളോ ഒന്നുമില്ല കേട്ടോ. പക്ഷേ പുതിയ ടെക്നോളജി, നമ്മുടെ ജനങ്ങൾ കണ്ടുവരുന്ന പുതിയ ടെക്നോളജി വെച്ചിട്ടുള്ള റോഡ് നിർമ്മാണം കേട്ടോ. ഇതൊക്കെ പണി കഴിഞ്ഞ് വരുമ്പോൾ വേറെ ലെവൽ മൂഡാവും കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഭാഗം തന്നെ നടുക്ക് കുഴിച്ചിട്ടല്ലേ, നടുക്ക് മെയിൻ റോഡും 2 വശങ്ങളിലായിട്ട് ഹൈറ്റിലാണ് സർവീസ് റോഡൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ. കുറച്ചുകൂടി മുന്നിട്ട് വന്നപ്പോഴത്തേക്ക് ഫുൾ ഫോഗി മൂഡായിട്ടാ. ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു തെങ്ങിൻ്റെ ഹൈറ്റിനേക്കാളും പൊക്കത്തിലാണ് നമ്മുടെ വണ്ടി യാത്ര വന്നിട്ട്. നമ്മുടെ ആലപ്പുഴ കൊല്ലം ബൈപ്പാസ് ഓൾറെഡി വന്നതാണ്. അപ്പോൾ ആ ഒരു ഫീലാണ് ഈ ഒരു ഭാഗത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് കേട്ടോ. സമയം ഇപ്പോൾ 6:59 ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇപ്പോൾ വളാഞ്ചേരി റീച്ച് ആയിട്ടുണ്ട്. കുറച്ച് ഇവിടെ ഇറങ്ങാനുണ്ട്, കുറച്ച് ഇവിടെ കയറാനുണ്ട് കേട്ടോ. പിന്നെ കോമൺലി ഞാനൊരു കുറ്റം പറയണല്ലോ, ഒരു പ്രസ്ഥാനമാകുമ്പോൾ പ്രൈവറ്റ് വെഹിക്കിൾ ആകുമ്പോഴേ മാക്സിമം കൈ കാണിക്കുമ്പോഴത്തേക്ക് ആളുകളെ കയറ്റാൻ ശ്രമിക്കാറുണ്ട് ടൈമിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട്. KSRTC ആകുമ്പോൾ ചിലർക്ക് ചവിട്ടാനായിട്ട് മടിയൊക്കെ ഉണ്ട് കൈ കാണിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ഞാൻ അടിച്ചാക്ഷേപിക്കണമല്ലോ കേട്ടോ. കുറച്ച് പേര് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവർക്ക് കയറിയാലും കയറിയാലും ശമ്പളം കിട്ടും എന്നുള്ളൊരു തിങ്കിങ് ഒക്കെ ആയിരിക്കും കേട്ടോ. ഒരുപാട് പേര് നല്ല സ്റ്റാഫുകളുണ്ട് കേട്ടോ. പിന്നെ അത് അങ്ങനെ ഒരു സിസ്റ്റം ആയതുകൊണ്ടാവാം അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഫ്ലൈ ഓവർ പോകണമെങ്കിൽ മുകളിലെ വാർക്കെല്ലാം കഴിഞ്ഞു കേട്ടോ.
ഈ ഒരു ലൊക്കേഷൻ കറക്റ്റ് വെട്ടിച്ചിറാന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. കറക്റ്റ് പേരെനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ കുട്ടികളും ചെറുപ്പക്കാരടക്കം ഒരുപാട് പേര് അല്ലേ റോട്ടിൽ യോഗയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി അപ്പോൾ സർവീസ് റോഡിലോട്ട് കയറി കേട്ടോ. അപ്പോൾ അടിയിലെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. അവിടെ മണ്ണിടിച്ച് ഫില്ല് ചെയ്യണ പരിപാടി കിടക്കണം. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പുത്തനത്താണി എന്നാണ് കേട്ടോ. ടൈം ഇപ്പോൾ 7:12 അപ്പോൾ നമുക്ക് പുത്തനത്താനിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകട്ടെ. ഈ ഒരു ഭാഗത്തെ റോഡ് പണികളൊക്കെ നിങ്ങൾ കണ്ടോട്ടെ. ഈ ഒരു ഭാഗമൊക്കെ കൽപ്പൊടിപ്പാറ ചെത്തിയിട്ട് അതിൽ പൈപ്പും കമ്പി അടിച്ച് കയറ്റിയിട്ടുണ്ട് പാറയിലോട്ട്. എന്നിട്ട് നെറ്റ് വെച്ച് കെട്ടി അതിൻ്റെ മുകളിലോട്ട് പരിക്കനടിച്ചിട്ടാണ് ആ ഒരു ഭാഗമൊക്കെ അത് ഇടപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. സത്യത്തിൽ നമ്മുടെ ബൈപ്പാസ് ടച്ച് ചെയ്ത് പോകുന്ന പട്ടണങ്ങളൊന്നും കണ്ടാൽ ശരിക്കും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. ഈ ഒരു ഭാഗത്ത് കൂടെ അല്ല ബൈപ്പാസ് പോയിട്ടുള്ളത്. ഇനി പെരുമന എന്ന് പറഞ്ഞ ഭാഗം വരുമ്പോൾ ബൈപ്പാസ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തിനെ എടരിക്കോട് എന്ന് പറയും കേട്ടോ. ഈ എടരിക്കോട് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ പുതിയ ബൈപ്പാസിൻ്റെ സർവീസ് റോഡിലോട്ടാണ് കേട്ടോ. ശരിക്കും ഈ പുതിയ ബൈപ്പാസൊക്കെ വരുന്നവരോട് നഗരം ടച്ച് ചെയ്യാണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തോട്ട് എല്ലാവർക്കും വെച്ച് കുതിക്കുക കേട്ടോ. ചിലപ്പോൾ ഈ ബസ്സിൽ വരുന്നവർക്ക് മാത്രമൊക്കെ ഈ കൊച്ചു ടൗണിലോട്ടൊക്കെ കയറിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതുള്ളൂ. സമയം ഇപ്പം 8:35 നമ്മുടെ വണ്ടി കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലോട്ട് കയറേണ്ട. അങ്ങനെ ഒരുപാട് വിവാദങ്ങളിൽ ഇടം പിടിച്ച ഒരു ബസ് സ്റ്റാൻഡ് കൂടിയുണ്ട് നമ്മുടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ്. ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. അതിങ്ങനെ വെറുതെ നമ്മൾ കളഞ്ഞ പോലെ നമുക്ക് ഒരു ഫീൽ തോന്നും കേട്ടോ. ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഉൾപരിസരത്തൊക്കെ നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ തന്നെ കേട്ടോ ഒരുപാട് സർവീസുള്ള ഒരു വലിയ ബസ് സ്റ്റാൻഡ് കൂടിയാണ് ഈ കോഴിക്കോട് ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ കർണാടക, തമിഴ്നാട്, ആ ഒരു മുതുമല അല്ലേ, നമ്മുടെ ബന്ദിപ്പൂർ, അതുപോലെ തന്നെ തലശ്ശേരി വഴി മംഗലാപുരം ആ റൂട്ടിലോട്ടൊക്കെ സർവീസ്, തിരുവനന്തപുരം. അപ്പോൾ നമ്മുടെ ഒരു അടിപൊളി വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം മിന്നലാണ്ട. അപ്പോൾ ഒരു ദിവസം നമുക്ക് മിന്നലിൽ യാത്ര ചെയ്യണം. അങ്ങനെ നമ്മുടെ വണ്ടി 15 മിനിറ്റ് ലാഗിന് ശേഷം നമ്മുടെ വണ്ടി ഇതേ താമരശ്ശേരി ചുരമൊക്കെ താണ്ടി നമ്മുടെ ബത്തേരിയിലോട്ട് പോകാനായിട്ട് ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമയം 9:10 അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ, പറവൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് 9:10-15 സമയത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് ഈ വണ്ടിയിൽ വന്നാലായിട്ട് ഇറങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ഡ്രൈവേഴ്സിനോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള വലിയ വണ്ടികളൊക്കെ ഈ ചൂരമൊക്കെ അല്ലെങ്കിൽ എയർ പിന്നൊക്കെ കയറി വരുമ്പോൾ അവരുടെ സൈഡിലൂടെ എല്ലാന്നും പറഞ്ഞിട്ട് നമ്മുടെ ബൈക്കേഴ്സ്, അതുപോലെ ചില കാറുകാരൊക്കെ വട്ടം വെച്ച് നിൽക്കുന്നൊരവസ്ഥ ഉണ്ട്. അവർ ഈ ഒരു വളഞ്ഞ് വരാന്നുണ്ടെങ്കിൽ നല്ല പ്രയാസമുണ്ട്. ആ സമയത്ത് ഇതെൻ്റെ സൈഡാണ്, മാറി വേണമെങ്കിൽ റിവേഴ്സ് വെച്ച് പോയിക്കോളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ചില പ്രവണതയൊക്കെ ഞാൻ ഇന്നീ വരുന്ന വഴിയിൽ കണ്ടിട്ടാണ്. അതൊക്കെ നിങ്ങളുടെ ഒരു തെറ്റായ ധാരണയുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കേണ്ട ഒരു സമയമായി കഴിഞ്ഞിട്ട്. നമ്മുടെ ഈ ഒരു ഹെയർ പിൻ വളവിലൂടെയൊക്കെ യാത്ര ചെയ്തവർക്ക് അറിയാം കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ കടകളിൽ നല്ല മുട്ട മസാലയൊക്കെ കിട്ടും. കാടമുട്ട, താറാമുട്ടയൊക്കെ മസാല തേച്ച അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി ഇതേ ബത്തേരിയിലെത്തി കേട്ടോ. ബത്തേരിയിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയായിട്ടുണ്ട് കേട്ടോ. ബത്തേരിയിൽ സ്ലീപ്പർ സ്റ്റേ മുതലുള്ള സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട് കേട്ടോ. 100 ചില്ലാൻ രൂപയൊക്കെ ഉള്ളൂ. അങ്ങനെ ബത്തേരിയിലും അത്യാവശ്യം ഒരുപാട് വണ്ടികളുള്ള ഒരു ഡിപ്പോ കൂടിയാണ് ബത്തേരി ഡിപ്പോട്ട. അങ്ങനെ നമ്മുടെ ഓൾഡ് പരശുരാം ടേക്ക് ഓവർ വീഡിയോ അവസാനിപ്പിക്കേണ്ട. അപ്പോൾ എല്ലാവരും ഇഷ്ടമായി ജസ്റ്റ് ലൈക്ക് ചെയ്യട്ടെ. ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ.